നമസ്കാരം, വെൽക്കം ടു ഗ്ലോബൽ ടോക്സ് വിത്ത് അബി. വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. പണ്ടൊക്കെ വീടുകൾ കയറിയിട്ടുള്ള ഒരു പ്രചരണമായിരുന്നു മുഖ്യം. പിന്നീട് ഫ്ലക്സുകളും സോഷ്യൽ മീഡിയയും ഒക്കെ വന്നു. എന്നാൽ ഇന്ന് മനുഷ്യന്റെ ബുദ്ധിയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തിയാണ് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ നിലവിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നത്. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇതൊരു കഥയല്ല. ലോകമെമ്പാടുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ AI വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് ഡേറ്റ വിശകലനം മുതൽ വ്യാജ വാർത്തകൾ വരെ എത്തിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AI എങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നത്, പേടിപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെയാണ് AI ഒരു സൂപ്പർ പവർ ആക്കി മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം AI ഒരു അടിപൊളി ടൂളാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് എളുപ്പമാക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണം എളുപ്പമാക്കാൻ AI സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡേറ്റ വിശകലനം ചെയ്താണ് AI സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണം എളുപ്പമാക്കി കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു പെർട്ടിക്കുലർ വാർഡ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ആ പെർട്ടിക്കുലർ വാർഡിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആർക്കൊക്കെയാണ്, ഏറ്റവും കുറഞ്ഞത് എവിടെയാണ്, അവിടെയുള്ള ജനങ്ങൾ സംസാരിക്കുന്ന ഇത്തരം വിഷയങ്ങളാണ്. ഇപ്പം റോഡിനെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വികസനത്തെ പറ്റിയായിരിക്കാം, ഏതൊക്കെയാണ് എന്ന് AI കൊണ്ട് വളരെ ഈസി ആയിട്ട് വിശകലനം ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം സ്ഥാനാർത്ഥികൾക്ക് അതിനനുസരിച്ച് ഉള്ള തന്ത്രങ്ങൾ മെനയാണ് ഈ AI കൊണ്ട് സാധിക്കും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു AI കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട പ്രസംഗങ്ങളും അതുപോലെ തന്നെ പോസ്റ്റേഴ്സും ഒക്കെ വളരെ എളുപ്പത്തിൽ AI കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ മിഡ് ജേണി അല്ലെങ്കിൽ DALL-E പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഇവ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കും. ഇത് ഒരുപാട് സമയം ലാഭിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ChatGPT അല്ലെങ്കിൽ ജെമിനി പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ പ്രസംഗങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും. ഇത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ നന്നായി പ്രചാരണം നടത്താൻ സഹായിക്കും. വോയിസ് ക്ലോണിംഗ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം സ്ഥാനാർത്ഥികളുടെ ശബ്ദം അനുകരിച്ചിട്ട് വോട്ടർമാരെ ഫോണിൽ വിളിക്കുന്നത് പോലുള്ള ഓഡിയോ ക്ലിപ്പുകൾ AI ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കും. ഇത് ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്താനും തങ്ങൾ പങ്കുവയ്ക്കുന്ന ആശയങ്ങളെ ഒരു ഭൂരിപക്ഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം AI കൊണ്ട് വ്യക്തിഗത സന്ദേശങ്ങൾ അയക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വ്യക്തിയുടെ തൊഴില്, പ്രായം തുടങ്ങിയ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് പേഴ്സണൽ ആയിട്ട് മെസ്സേജസ് അയക്കാൻ പറ്റും. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകൻ കൂടുതലായിട്ടും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് കാർഷിക വായ്പകളെ പറ്റിയിട്ടൊക്കെ കേൾക്കാനായിരിക്കും. അപ്പം ഒരു സ്ഥാനാർത്ഥിക്ക് AI ഉപയോഗിച്ച് ഇത്തരം സന്ദേശങ്ങൾ വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് അത് എത്രയും പെട്ടെന്ന് എത്തിക്കുകയും പറ്റുവാണെങ്കിൽ ആ കൂടുതൽ സ്ഥാനാർത്ഥിയെ കുറിച്ച് കൂടുതൽ ഒരു ധാരണ കർഷകന് വരികയും അത് തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിയെ ഗുണകരമാകുന്ന രീതിയിൽ വരും. അതേപോലെ തന്നെയാണ് ഒരു യുവാവിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ഒരു യുവാവ് കൂടുതലായിട്ടും ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ടെക്നോളജിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ബേസിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് വോട്ടേഴ്സിനെ ആകർഷിക്കാൻ ഈ AI കൊണ്ട് വളരെയധികം നന്നായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് AI കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം. AI ഒരു നല്ല വശങ്ങൾ നമ്മൾ കണ്ടു, പക്ഷെ അതിനൊരു മറ്റൊരു വശം കൂടി ഉണ്ട്. പേടിപ്പെടുത്തുന്ന ഘടകമുണ്ട്. അത് ഇന്നത്തെ പ്രസൻസ് ഇനി ആരോയില് ലോകത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഡീപ് ഫേക്കുകൾ. എന്താണ് ഡീപ് ഫേക്കുകൾ? ഒരു വ്യക്തിയുടെ രൂപവും ശബ്ദവും കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായും വ്യാജ വീഡിയോകളും ഓഡിയോകളും നിർമ്മിക്കുന്നതിനെയാണ് ഡീപ് ഫേക്കുകൾ എന്ന് പറയുന്നത്. ഇത്തരം ഡീപ് ഫേക്കുകൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിയാൻ വളരെയധികം പാടാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് 2-3 ദിവസം മാത്രം ഉള്ളപ്പോൾ. വ്യാജ വാർത്തകളുടെ നിർമ്മാണമാണ് AI ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന മറ്റൊരു അപകടം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യാജ വാർത്തകൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാനും
AI കൊണ്ട് സാധിക്കുന്നത് വഴി സമൂഹത്തില് വോട്ടർമാരുടെ ഇടയിൽ വിടവുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വളരെ അപകടകരമായ ഒരു പ്രവണത തന്നെയാണ്. വോട്ടർമാരെ കബളിപ്പിക്കുക എന്നുള്ളതാണ് AI കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അപകടം. ഇപ്പം വോട്ടർമാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ വിശകലനം ചെയ്ത് അവർ വൈകാരികമായി പ്രതികരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും അത് അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും AI കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇത് തെരഞ്ഞെടുപ്പിന് തന്നെ വലിയ ഭീഷണിയാകുന്ന ഒരു കാര്യമാണ്. AI ഇത്തരം അപകടങ്ങളെ പറ്റി ലോകരാജ്യങ്ങൾ വളരെ ഗൗരവത്തിലാണ് കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആന്റണിയോ ഗുട്ടറസ് പലവട്ടം പറയുകയുണ്ടായി, AI ജനാധിപത്യത്തിന് വളരെയധികം ഭീഷണി സൃഷ്ടിക്കുന്നു, പ്രത്യേകിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുന്നതിലൂടെയെന്ന്. അതുപോലെ തന്നെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2024 റിപ്പോർട്ടില് AI വഴിയുള്ള തെറ്റായ വിവരങ്ങളാണ് ലോകത്തിൽ നിലവിൽ ഏറ്റവും വലിയ ഭീഷണിയായി മാറുന്നതെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇത്തരം റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ആഗോള അനുഭവങ്ങളെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡന്റെ കൃത്രിമമായിട്ട് AI ഉപയോഗിച്ച് കൃത്രിമമായിട്ട് വ്യാജ ഓഡിയോ നിർമ്മിച്ച് അത് വോട്ടർമാരെ വോട്ടെടുപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം വലിയ വലിയ ചർച്ചാ വിഷയത്തിന് തുടക്കമിട്ടിരുന്നു. സ്ലോവാക്യൻ തെരഞ്ഞെടുപ്പ് നോക്കുവാണെങ്കിൽ അതിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഡീപ് ഫേക്ക് ഓഡിയോ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങൾ AI ഭീഷണി എത്രമാത്രം തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ ആന്റോണിയോ ഗുട്ടറസിന്റെ പ്രസ്താവനയ്ക്കും വളരെയധികം പ്രസക്തി ഏറുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? വരുന്ന തെരഞ്ഞെടുപ്പില് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജനാധിപത്യത്തെ മൊത്തത്തിൽ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ AI വരവോട് കൂടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് AI സാക്ഷരത എന്ന് പറയുന്നത്. എന്താണ് AI സാക്ഷരത? ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഓഡിയോയോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് AI ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു നോളജ് നമ്മൾ അക്വയർ ചെയ്യുക എന്നുള്ളതാണ് AI സാക്ഷരത എന്ന ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരും ഒരു വോട്ടർ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും അതിനനുസരിച്ച് എക്വിപ്ഡ് ആവേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഫാക്ട് ചെക്ക് അല്ലെങ്കിൽ വസ്തുതാ പരിശോധനയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ലഭിക്കുന്ന വിവരങ്ങളെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കരുത്. അത് യഥാർത്ഥ വിവരങ്ങളാണോ എന്ന് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ വഴി ഒന്ന് വെരിഫൈ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഉറവിടം പരിശോധിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ഇൻഫർമേഷന്റെ സോഴ്സ് എവിടെയാണ് എന്ന് പരിശോധിച്ചാൽ തന്നെ അത് AI വഴി നിർമ്മിക്കപ്പെട്ടതാണോ എന്ന് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സത്യമാണെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യം പോലും ദയവായി പങ്കുവെക്കരുത്. ചിലപ്പോൾ അത് AI വഴി നിർമ്മിച്ച വ്യാജ രേഖകളോ അല്ലെങ്കിൽ വ്യാജ റിപ്പോർട്ടുകളോ ആയിരിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി അത് ഇരുതല വാളുപോലെയാണ്. അത് ഒരേ സമയം വോട്ടർമാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുവഴി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നതിനോടൊപ്പം വ്യാജരേഖകളും ഉണ്ടാക്കി അല്ലെങ്കിൽ വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും അതുവഴി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയെ തന്നെ കോട്ടം തട്ടിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണ്? AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി അത് തെരഞ്ഞെടുപ്പിന് ഭീഷണിയാണോ അതോ തെരഞ്ഞെടുപ്പിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.